നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിയാസ് മൗലവി വധക്കേസിൽ പോലീസും പ്രോസിക്യൂഷനും ഗുരുതരമായ വീഴ്ച വരുത്തി. ഇത് ഭരണ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെ നടന്ന സംഭവമാണ്. കാരണം ഇതുപോലുള്ളൊരു വളരെ നിർണായകമായൊരു കേസ്, വളരെ നിഷ്കളങ്കനായിരുന്ന ഈ സംഘർഷത്തിൽ ഒന്നും പെടാത്ത ഒരാളെ ഒരു ക്രൂരമായി കൊല ചെയ്ത ഒരു സംഭവമാണ്. ഇത് മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ചൊരു സംഭവമാണ്. അത്തരമൊരു കേസിൽ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കി കൊടുക്കുക എന്നത് പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ചുമതലയാണ്. എന്നാൽ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് നിലവാരമില്ലാത്തതും ഏകപക്ഷീയവുമായിട്ടുള്ള അന്വേഷണമാണ് നടന്നതെന്നാണ്. ആവശ്യമായിട്ടുള്ളൊരു അന്വേഷണവും നടന്നില്ല. ഇവർ RSSകാരാണെന്ന് തെളിയിക്കാൻ 6 സാക്ഷികളുണ്ടായിരുന്നു. അതിൽ ഒരു സാക്ഷിയെ മാത്രമേ വിസ്തരിച്ചുള്ളൂ. ബാക്കി 5 സാക്ഷികളെ എന്തുകൊണ്ട് വിസ്തരിച്ചില്ല എന്നത് ദുരൂഹമാണ് എന്നതാണ് ജഡ്ജ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇവർക്കൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു, അവർക്കൊരു ശത്രുതയുണ്ടായിരുന്നു, മതപരമായൊരു വിദ്വേഷം ഉണ്ടായിരുന്നു. ആ വിദ്വേഷത്തിൽ നിന്നാണ് നിരപരാധിയായ ഒരാളെ കൊല്ലാൻ ഇവർ തയ്യാറായത് എന്ന് തെളിയിക്കാനും ഇവരുടെ RSS പശ്ചാത്തലം തെളിയിക്കാൻ സാക്ഷികളുണ്ടായിട്ട് പോലും മനഃപൂർവ്വം ആ സാക്ഷികളെ വിസ്തരിച്ചില്ല എന്നതാണ്. അപ്പോൾ RSS ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചന ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വണ്ടിപ്പെരിയാർ കേസിൽ 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് കൃത്യമായ കേസായിട്ട് DYFIക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചത്. വണ്ടിപ്പെരിയാർ ക്രൂരമായ കൊലപാതകമായിരുന്നു, അതും ഞെട്ടിച്ച കാര്യമാണ്. അതുപോലെ തന്നെ DYFIക്കാരനെ രക്ഷിക്കാൻ വേണ്ടി വണ്ടിപ്പെരിയാറിൽ നടത്തിയ ശ്രമം പോലെ തന്നെ ഇവിടെ ഈ RSSകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായി പോലീസും അതുപോലെ പ്രോസിക്യൂഷനും ചേർന്ന് കളിച്ച ഒരു കളിയിലാണ് ഈ ഇങ്ങനെ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. DNA ടെസ്റ്റ് പോലും നടത്തിയിട്ടില്ല എന്നാണ് ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്. നിരവധിയായ കാര്യങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട്. അവർ വിസ്തരിച്ചിട്ടില്ല എന്നാണ് ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്. കൂറുമാറുന്ന സാക്ഷികളെ അല്ലല്ലോ വേണ്ടത്. അപ്പോൾ ഇവർ ഫലപ്രദമായി പ്രോസിക്യൂഷൻ, ഏറ്റവും മെയിൻ പ്രോസിക്യൂഷൻ ഒരു സ്റ്റോറി ഉണ്ട് എപ്പോഴും. എന്തുകൊണ്ടാണ് കൊന്നത്, എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം, എന്ത് സാഹചര്യത്തിലാണ് ഭരിച്ചതെന്ന് ഒരു പ്രോസിക്യൂഷൻ സ്റ്റോറിയാണ്. ആ പ്രോസിക്യൂഷൻ സ്റ്റോറി തെളിയിക്കാൻ ആവശ്യമായ സാക്ഷികളും തെളിവുകളും ഹാജരാക്കേണ്ട ചുമതല പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷൻ എന്തുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നത് എന്ന് തെളിയിക്കാൻ ആവശ്യമായ ഫോറൻസിക് എവിഡൻസ്, DNA ടെസ്റ്റ് അടക്കമുള്ള ഫോറൻസിക് എവിഡൻസ്, സാക്ഷികളുടെ മൊഴി, സാഹചര്യ തെളിവുകൾ, ഇതാണ് ഒരു കൊലക്കേസിൽ ചെയ്യുന്നത്. ഇതുപോലൊരു ക്രൂരമായ കൊലപാതകം നടന്നിട്ട് പ്രതികൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ, ഒരു നിരപരാധിയായ ഒരാളെ കൊന്നിട്ട് ഒരു സംഘർഷത്തിലും ഉണ്ടായിരുന്ന ഒരാളല്ല, അങ്ങനെ ഒരു പരാതി പോലും ഇല്ല അദ്ദേഹത്തെക്കുറിച്ച്. ഇനി അപ്പീൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലേ? ഈ കേസിലൊക്കെ സ്വാഭാവികമായി പോകുന്ന അപ്പീലാണ്. വണ്ടിപ്പെരിയാർ കേസിൽ അപ്പീൽ പോയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വിചാരണ കോടതിയിൽ തെളിവില്ലാത്ത കേസ് അപ്പീൽ പോയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോണത്? അപ്പോൾ ഈ തിരുവനന്തപുരത്ത് വെച്ച് എൻ്റെ ചോദ്യം ഇതാണ്, മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കളും RSS നേതാക്കളും CMൻ്റെ മധ്യസ്ഥതയിൽ ഒരു യോഗം കൂടി തീരുമാനമെടുത്തിട്ടുണ്ട് പലതും. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ RSS നേതാക്കളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം? ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഷുഹൈബിനെ കൊന്ന CPM പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് ഡൽഹിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്ന് CBI അന്വേഷണം പോലും ഒഴിവാക്കാൻ ഇവരത്തെ. അപ്പം അതുപോലും ഇതുപോലത്തെ ഒരു കേസിൽ ചെയ്യുന്നില്ല എന്നതാണ്. ഷുഹൈബിൻ്റെ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, പാർട്ടിക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായി. അപ്പോൾ ഇതുപോലുള്ളൊരു നിർണായകമായൊരു കേസിൽ ആ പ്രതികളെ ശിക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതിൽ നിന്ന് സർക്കാർ പിന്മാറി. ഇതിന് മുകൾ തട്ടിലുള്ള ആളുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വേണ്ട രീതിയിൽ കേസ് ഏകോപിപ്പിച്ചിട്ടില്ല. കേസ് വളരെ ഉഴപ്പിയാണ് നടത്തിയത്. അന്വേഷണത്തിൻ്റെ അകത്ത് ഒരുപാട് പാളിച്ചകളുണ്ട്. ഇത് ഞാൻ പറഞ്ഞപ്പോഴാണ് അവർക്ക് പരാതി വന്ന്. ജഡ്ജ്മെൻറ്റിൽ തന്നെ ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നു. അല്ല, തീർച്ചയായിട്ടും ഇത് ഒരു സർക്കാർ എങ്ങനെയാണ് ജനങ്ങളുടെ ജീവനും സത്തിനും സംരക്ഷണം കൊടുക്കുന്നത്, വലിയ കുറ്റവാളികളെ, കൊടും കുറ്റവാളികളെ പോലും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു ക്രൂരമായ ഒരു കുറ്റകൃത്യം നടന്നിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന കാര്യത്തെറ്റില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഈ നടത്തുന്ന പ്രസംഗവും യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ കൊലപാതകം നടന്ന 3 ദിവസം മുൻപ് നളിൻ കുമാർ കട്ടീൽ BJPയുടെ കർണാടക നേതാവ് കാസർഗോഡ് വന്ന് പ്രസ്
വിദ്വേഷം ഉണ്ടാക്കുന്ന സ്വഭാവത്തിൽ അത് ഇതിന് കാരണമായി. അതിൻ്റെ 50 തൊട്ട് 20-നാണ് കൊലപാതകം, 17-നാണ് കട്ടയിൽ സംസാരിക്കുന്നത്, 18-നും 19-നും ഇവർ തന്നെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ രക്ഷിക്കാൻ ഒരു ഗൂഢാലോചന ഇതൊന്നും ഒഴിവാക്കി. ഈ നളിൻകുമാർ കട്ടീലിനെ പോലുള്ള ഒരാൾ വന്നത് വിദ്വേഷ പ്രസംഗം നടത്തിയാൽ അയാൾക്കെതിരെ കേസെടുക്കേണ്ട ആരാ? സംസ്ഥാന ഗവൺമെൻറ് അല്ലേ? വിദ്വേഷ പ്രസംഗം നടത്തിയ അതിനെതിരായിട്ട് കേസെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ? അതൊക്കെ BJP പേടിച്ചാണ് ജീവിക്കുന്ന ഒരു സർക്കാരാണ്. BJP പേടിച്ചിട്ട് നടക്കുന്ന സർക്കാരാണ്. അതുമാത്രമേ ഉള്ളൂ. മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ എഴുതി തയ്യാറാക്കി ഒരേ പ്രസംഗം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗരത്വ നിയമത്തെക്കുറിച്ചുള്ള ഒരേ കാര്യം, വേറെ ഒന്നും മുഖ്യമന്ത്രി സംസാരിക്കില്ല. പച്ചക്കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറൊന്നുമില്ല. ഈ അന്വേഷണം തൃപ്തികരമാണെന്നാണ് കുടുംബം പറയുന്നത്. അല്ല, പക്ഷേ ജഡ്ജ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ്. ആയിരിക്കുമല്ലോ. ജഡ്ജ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് തന്നെയാണ് വണ്ടിപ്പെരിയാർ കേസിൽ നടന്നത്. ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷണം നിലവാരമില്ലാത്തതും ഏകപക്ഷീയവുമാണ് എന്ന വാക്കാണ്. അല്ല, 90 ദിവസം മുമ്പ് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടും. അത് വലിയ വിവാദത്തിന് വന്നതിന് അതുകൊണ്ടായിരിക്കും 85 ദിവസം ധാരാളമാണ് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്ത് 120B എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ ക്രിമിനൽ കേസ് നടത്തിയിട്ടുള്ള അഭിഭാഷകനാണ്. അതായത് ഇതുപോലെ 3 പേര് ഒരുമിച്ചൊരു കൊലപാതകം നടത്തുമ്പോൾ അതിലൊരു കുറ്റകരമായ ഗൂഢാലോചന ഉണ്ടെന്ന് തെളിയിക്കാൻ ഈ 302-ൻ്റെ കൂടെ സെക്ഷൻ 302 IPCയുടെ കൂടെ 120B കൂടി ചേർക്കുന്നത് സാധാരണയായൊരു കാര്യമാണ്. അതായത് ഇവർ തമ്മിലൊരു ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നൊന്നും തെളിയിച്ചിട്ടില്ല. അതുകൊണ്ടാണ്